നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും വളരെ വിശദമായിട്ട് ഓരോ വിഷയങ്ങൾ തിരിച്ചുള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെയും സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയും പറഞ്ഞു വരികയാണ്. അശ്വതി മുതൽ മകം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് പൂര നക്ഷത്രക്കാരുടെ 2025 പുതുവർഷ നക്ഷത്ര ഫലത്തെ പറയാം. വീഡിയോയിലേക്ക് കിടക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. പൂര നക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന തൊഴിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. നടപ്പാകില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള വിഷമതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ടും വന്നേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ഒക്കെ ശ്രദ്ധിക്കുക. പൂരം നക്ഷത്രക്കാർക്ക് വിദേശ യാത്രയ്ക്കുള്ള യോഗവും 2025 കാണുന്നുണ്ട്. ഓഹരി വിപണി, ഊഹക്കച്ചവടം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ധൃതി പിടിച്ചുള്ള എടുത്തിയാടിയുള്ള ധനവിനിയോഗത്തിലൂടെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ദാതാക്കൾ വഴി നേരിട്ട് ജോലിയൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള നല്ല അനുഭവങ്ങൾ പൂര നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാം. ശുക്രദശയിലാണ് പൂര നക്ഷത്രക്കാർ ജനിക്കുന്നത്. ശുക്രദശ ആകെ 20 വർഷമാണ്. ഏകദേശം 10 വയസ്സ് വരെ ശുക്രദശ കിട്ടി എന്ന് കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ടൊന്ന് പോകാം. അതിനുശേഷം ഏകദേശം 16 വയസ്സ് വരെ സൂര്യദശയാണ്. അതിനുശേഷം 26 വയസ്സ് വരെ ചന്ദ്രദശയാണ്. ചന്ദ്രദശാകാലം പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. അതിനുശേഷം 33 വയസ്സ് വരെ ചൊവ്വാദശയാണ്. ഈ കാലത്താണ് ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സാധ്യത. ചന്ദ്രദശയുള്ള പൂര നക്ഷത്രക്കാർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 51 വയസ്സ് വരെ രാഹുർദശാകാലമാണ്. ഈ രാഹുർദശയും അത്ര അനുകൂലത്തിലല്ല. സർപ്പക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ടും രാഹുർദശയുള്ളവർ എല്ലാ വർഷവും നൂറുംപാലും നടത്തുക, പാട്ടുപാടിക്കുക, അഭിഷേകം പോലെയുള്ള കാര്യങ്ങളെയും ചെയ്യുക. അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശയാണ്. വ്യാഴദശ പൂര നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. പൊതുവെ പൂര നക്ഷത്രക്കാർ 2025 ഗുണഫലങ്ങൾക്കായിട്ടും ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നതിനുമായിട്ടും ഗുരുവായൂരപ്പനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ആദ്യകാലങ്ങളിൽ തന്നെ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ നിത്യം ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. എല്ലാ പൂര നക്ഷത്രക്കാർക്കും നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.